This show is presented by Dookie. നമ്മൾ അഭിനയിക്കുന്ന സംഗതി ഒരുപാട് ആളുകളിലേക്ക് എത്തുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വിജയം ഉണ്ടാവുന്നത്. ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടി കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക. ഈ ഫീൽഡിൽ കുറച്ച് ഡ്രഗ്സിന്റെ യൂസേജ് കൂടുതലാണ്, അങ്ങനത്തെ ന്യൂസസ് ഒക്കെ ഒരിടയ്ക്ക് കുറെ പുറത്തേക്ക് വരുന്നല്ലോ. ഒന്നാമത് എനിക്ക് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഈ ആൽബത്തിലൊക്കെ അഭിനയിച്ചുള്ള പോലെ ഒരു ഭാര്യയായിട്ടോ ഒരു നായികയായിട്ടോ എനിക്ക് അങ്ങനെ കുറച്ച് സമയം നിൽക്കാന്നല്ലാതെ അങ്ങനെ ഒരുപാട് കാലത്തോളം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവിടേക്ക് വന്നപ്പോ എന്നോട് സന്തോഷം കാണുമ്പോൾ നമുക്ക് കണ്ണിന് വെള്ളം നിറഞ്ഞിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു 10-45 ആൾക്കാർ വന്നിട്ട് നമ്മളെ ഇപ്പം ശ്രീ ഗുരുവായൂരപ്പന്റെ ക്യാരക്ടറിന് എടുക്കുകയാണെങ്കിൽ രാഘവൻ നമ്പൂതിരി എന്ന് പറയുന്ന ക്യാരക്ടർ വെറും ഒരു സ്ത്രീലമ്പടനായിട്ട് നടക്കുന്ന ഒരു ക്യാരക്ടറൊന്നുമല്ല. അയാൾക്ക് കുറെ അയാളുടേതായ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അയാളുടെ സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു, അയാളുടെ ഒറ്റപ്പെടലുകൾ ഉണ്ടായിരുന്നു, അയാളുടെ ദേഷ്യങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് ലെയേഴ്സ് ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. പടുവൃദ്ധനായിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പുരാണത്തിലും അഭിനയിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. വെറും ഇതായിട്ട് നടക്കുന്ന മാത്രമല്ല, അഭിനയ സാധ്യതകളുണ്ട്. പക്ഷെ നമ്മുടെ ഇടയിൽ പുരാണം കാണുന്ന ഒരു ക്ലാസ് ഉണ്ട്, കുറച്ച് പ്രായം. പക്ഷെ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് അത് എത്തുന്നത് ഈ സോഷ്യൽ സീരിയലിൽ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് അത് എത്തും. ഏതൊരു ആക്ടർക്കും നമ്മൾ അഭിനയിക്കുന്ന സംഗതി ഒരുപാട് ആളുകളിലേക്ക് എത്തുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു വിജയം ഉണ്ടാവുന്നത്. അപ്പൊ ഞാനും ഇതുപോലെ തന്നെ സോഷ്യൽ സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു ക്യാരക്ടർ കിട്ടാൻ വേണ്ടി കുറെ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും ചിലപ്പം കിട്ടിയിട്ടുണ്ടാവുക. ചേട്ടൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഡാർക്ക് ആൻഡ് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ ഒരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അതൊരു ന്യൂജൻ കഥയിലേക്ക് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കഥ, ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നല്ലോ. സോ ആ ഒരു സ്റ്റോറി ചേട്ടനിലേക്ക് വന്നപ്പോൾ ചേട്ടൻ എങ്ങനെ ഓക്കെ ഞാനിതൊരു മെസ്സേജ് പോലെ ചെയ്യാം അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാനൊരു മൂവി ചെയ്യുന്നു? ഞാൻ ആ സമയത്ത് ഞാൻ അവർ പറയുന്ന എന്താണോ അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് എനിക്കിപ്പോൾ തോന്നുന്നു, ഇപ്പോഴാണ് ഞാൻ ആ ഇത് ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിട്ട് അത് ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു എനിക്കത്. അത് അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഞാനത് ചെയ്തത്. എല്ലാവരും കണ്ടു നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കത് കുറച്ചുകൂടെ അത് ബെറ്റർ ആക്കി ചെയ്യാമെന്ന് എനിക്ക് തോന്നിയത്. ചേട്ടനിപ്പം ഈ പുരാതന ക്യാരക്ടേഴ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാണ്. ചേട്ടൻ ഇങ്ങനെ ഒരു ഭയങ്കര വിശ്വാസിയാണോ? അച്ഛനും അമ്മയൊക്കെ ഭയങ്കര വിശ്വാസിയാണെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ചേട്ടൻ എങ്ങനെയാണ്, ഭയങ്കര ഒരു വിശ്വാസിയാണോ? ഞാൻ ദൈവവിശ്വാസം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് വല്ലാതെ അങ്ങനെ ഓവറായിട്ടുള്ള വിശ്വാസം ഒന്നുമില്ല. പ്രാർത്ഥിക്കും വരും എന്നല്ലാതെ അച്ഛനും അമ്മയ്ക്ക് എപ്പോഴും അമ്പലവും പ്രാർത്ഥനയും കേട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ദൈവവിശ്വാസിയാണ്. ഫാമിലിയെ പറ്റി പറയുമ്പോൾ തന്നെ ചേട്ടന്റെ മൂത്ത മോള് ബിആർക്കിന് പഠിക്കുന്നു. സോ ഇത്രയും കണ്ടാൽ ഇത്രയും വലിയൊരു കുട്ടിയുടെ അച്ഛനാണെന്ന് പറയുന്നത്. സോ മക്കളുടെ ഒരു പഠന കാര്യത്തിൽ ചേട്ടൻ എടുക്കുന്ന ഒരു എഫേർട്ട് ചേട്ടൻ ഇങ്ങനെ പറയാറുണ്ടോ, ഇന്ന ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യണം? ഞാനൊന്നും പറയാറില്ല. എല്ലാം അവരുടെ മോള് +2 കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത്, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നിനക്കിനി എന്താണോ, അവൾക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, നിനക്ക് അതിന് പോണെങ്കിൽ പോവാ, എന്താണോ നിന്റെ ഡിസിഷനാണ്, ഞാൻ എന്തിനും റെഡിയാണ്. നീ എന്താണോ കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ നീ തിരഞ്ഞെടുത്തോ. അല്ല ഞാൻ ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ കുട്ടികളുടെ പഠന കാര്യങ്ങളെല്ലാം എൻ്റെ വൈഫാണ് നോക്കുന്നത് എന്നേക്കാൾ കൂടുതൽ. ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാന്നല്ലാതെ തീരുമാനങ്ങളും എല്ലാം എൻ്റെ ഭാര്യയുടെ ഭാഗത്താണ് ഉണ്ടാവാറ്. മോൾക്ക് ഇപ്പൊ അഭിനയത്തിലോട്ട് വരണം അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല? ഇല്ല, അഭിനയിക്കാനൊന്നും താല്പര്യമൊന്നുമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ചേട്ടൻ നോക്കിയായിരിക്കോ? എനിക്ക് നോക്കണം, അവർക്ക് ഇഷ്ടമുള്ളെങ്കിൽ അവർ ചെയ്യട്ടെ. അല്ലാതെ ഞാൻ നിർബന്ധിച്ചിട്ടോ അല്ലൊന്നുമല്ല. അവർക്ക് ഇഷ്ടമാണ്, അവർക്ക് അങ്ങനത്തെ ഇപ്പൊ നമുക്കൊരു പാഷന് ഇഷ്ടം ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിന് ചിലപ്പോൾ കഴിവുണ്ടായിന്ന് വരില്ല. അപ്പം നമ്മൾ പാഷൻ ആയതുകൊണ്ട് മാത്രം അതിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ ഒരുപാട് നഷ്ടങ്ങൾ വേറെ ഉണ്ടാവും. അപ്പം പാഷൻ ഉള്ളതുകൊണ്ട് മാത്രം അതിന് ഉള്ള ഒരു പ്രതിഭ ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
പാഷൻ വേറെയും പ്രതിഭ വേറെയും തന്നെ, രണ്ടും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് അത് സക്സസ്ഫുൾ ആവുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേട്ടൻ ഇപ്പോൾ ഈ ആക്സിഡന്റ് ഉണ്ടായ ടൈമിൽ കൂടുതലും ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തല്ലോ. സോ അങ്ങനെ ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ബോണ്ട് അന്ന് ആ ടൈമിൽ കുറച്ച് കൂടുതലായി, മീൻസ് അവരോട് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടി, അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു റീഫ്രഷ്മെന്റ് പീരീഡ്, അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് ഫാമിലി, എൻ്റെ വൈഫൊക്കെ എനിക്ക് വേണ്ടി ചെയ്തെന്ന ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഭയങ്കര ഇതെന്താ പറയുക, കടപ്പാടല്ല, ഒരു ഭയങ്കര നമ്മൾ ഒരു ബെഡിലായിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യന് എന്തൊക്കെ വേണോ എല്ലാം ഒരാളല്ലേ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ഈ ജന്മത്തിൽ തീരാത്തത്ര കടപ്പാടുണ്ട് എല്ലാവരോടും, വൈഫിനോടും ഫാമിലിനോടും എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും. ഇപ്പൊ ആൾക്കാർ കൂടുതലായിട്ടും മെന്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടല്ലോ. സോ നമുക്ക് ഇങ്ങനെ ചേട്ടൻ വന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്തായാലും ഡൗൺ ആവും. ആ ഒരു ടൈമിൽ ചേട്ടൻ എങ്ങനെയാണ് അത് പിടിച്ചു നിന്നത്? ഒന്നാമത് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടും, പിന്നെ എനിക്ക് ഒന്നും പറ്റിയിട്ടില്ല എന്ന് ഞാനങ്ങോട്ട് മനസ്സിൽ കരുതി. ഈ കാലം അതൊന്നും അത് ശരിയാവും, എനിക്ക് ഞാൻ പിന്നെയും തിരിച്ചു വരും എന്നുള്ള എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ആക്സിഡൻ്റ് ആകാതെ ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടാവുക. ഒരു 10 മാസം കൊണ്ട് ഈ കാല് മുറിച്ച് കളയണം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞാൻ ഈ 10 മാസം കൊണ്ട് തിരിച്ചു വന്നിട്ടുള്ളത് എൻ്റെ ഒരു നല്ലൊരു ധൈര്യം കൊണ്ട് തന്നെ ആയിരിക്കും. സോ ഈ വീട്ടിലുള്ള മക്കളൊക്കെ സീരിയൽ കണ്ടിട്ട് ചേട്ടനോട് അഭിപ്രായം പറയാറുണ്ടോ? അച്ഛാ അങ്ങനെ ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, അങ്ങനെ ഒരു ക്രിറ്റിസിസം നടത്താറുണ്ടോ? സീരിയലൊന്നും അങ്ങനെ പറയല്ലോ. പിള്ളേര് ആദ്യമൊക്കെ മോള് പറയുന്നുണ്ട്, അച്ഛൻ ഈ മണ്ടൻ ക്യാരക്ടർ ചെയ്തിട്ട് എനിക്ക് കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്നെ കളിയാക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ അവളുടെ കൂട്ടുകാരിൽ തന്നെ എന്നോട് അവരുടെ വീട്ടിൽ തന്നെ, ഫ്രണ്ട്സിന്റെ വീട്ടിൽ തന്നെ എന്നോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാകുമ്പോൾ അവർക്ക് ഒരു പ്രൗഡല്ലേ അത്. മോൻ ചെറുതായതുകൊണ്ട് അത്ര പിന്നെ അങ്ങനെ ഒരു ഇതല്ല. ഇപ്പൊ ചേട്ടൻ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ടല്ലോ. ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും സിനിമ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ സീരിയൽ ചെയ്യുമ്പോഴും ഇത് ഒരു 3 ഏരിയ ആണല്ലോ. അപ്പോൾ ഇതിലുള്ള മേജർ ഒരു ഡിഫറൻസ് എന്താണ് ചേട്ടന് ഫീൽ ചെയ്തിട്ടുള്ളത്? ആക്ടിങ്ങിലാണെങ്കിലും ടെക്നിക്കൽ സൈഡിലാണെങ്കിലും? ആക്ടിങ്ങിലാണെങ്കിൽ സീരിയലിൽ കുറച്ചുകൂടെ നമ്മൾ കുറച്ചൊരു ഓവർഡു ചെയ്യേണ്ടി വരും സീരിയലിലേക്ക് ചെയ്യുമ്പോൾ. അത് ഓരോ ഡയറക്ടേഴ്സിൻ്റെയും ഓരോ കഥയുടെയും ഡിമാൻഡ്സിന് അനുസരിച്ചിരിക്കും. അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. മറ്റേതൊക്കെ ആകുമ്പോൾ വളരെ നാച്ചുറലായിട്ട് എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഏതാണ് ടഫായിട്ട് തോന്നിയിട്ടുള്ളത്? അങ്ങനെയൊന്നുമില്ല, ടഫ് ഒന്നുമില്ല. ടഫല്ല, എല്ലാം പണി തന്നെയാണ്. ഓരോന്നിനും ഓരോ ഇതെന്ന് മാത്രം, അല്ലാതെ അങ്ങനെ ഇന്നതിന് സിനിമയ്ക്ക് ഇങ്ങനത്തെ ഒരു അഭിനയം മറ്റേതിന് അങ്ങനെയൊന്നും അല്ല. നമ്മള് എല്ലാം ഒരു അഭിനയം തന്നെയാണ്. അതിന്റെ കൂടുതൽ കുറവ് ഒരളവിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഇങ്ങനെ ഒരു ആക്ടിംഗ് ഫീൽഡിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്? ഫിസിക്കലായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഫിറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴാണ് ഒരു ഓഫർ വരിക എന്ന് പറയാൻ പറ്റില്ല. സിനിമയിൽ നിന്നോ സീരിയൽ എപ്പോഴാണ് നമ്മൾ, അതുകൊണ്ട് തന്നെ ഈ മദ്യപാനം, സിഗരറ്റ് വലി, ഈ മറ്റുള്ള പരിപാടികളൊക്കെ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ചെയ്തുകൊണ്ട് ഇപ്പം കുഴപ്പമുണ്ടോ വെച്ചാൽ കുഴപ്പമൊന്നും എനിക്കറിയില്ല. അതിലേക്ക് പെടാതെ എപ്പോഴും നമ്മളൊരു ബോഡി അങ്ങനെ ചെയ്യുന്നവരും അഭിനയിക്കുന്നില്ലേ ചോദിച്ചാൽ ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യും ഇത് ചെയ്യാത്തവർക്ക്. കുറച്ചു കാലം കൂടെ അഭിനയിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു ഫീൽഡിൽ ഇപ്പോൾ ആൾക്കാർ പൊതുവേ ഒരു വിചാരം ഈ ഫീൽഡിൽ കുറച്ച് ഡ്രഗ്സിൻ്റെ യൂസേജ് കൂടുതലാണ്, അങ്ങനത്തെ ന്യൂസസ് ഒക്കെ ഒരിടയ്ക്ക് കുറേ പുറത്തേക്ക് വരുന്നല്ലോ. അപ്പോൾ ചേട്ടനൊരു പാരൻറ്റും കൂടെയാണ്. സോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ചേട്ടൻ അങ്ങനെ ഒരു ഫീൽ വന്നിട്ടുണ്ടോ? സീരിയലുകളിലൊന്നും അങ്ങനെ ഡ്രഗ്സിൻ്റെ ഉപയോഗം അങ്ങനെയൊന്നും ഇല്ല. ഉപയോഗിക്കുന്നവരുണ്ടാവുമായിരിക്കും, അല്ലാതെയും നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ. അല്ലാതെ സീരിയലിൽ വന്നുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഒന്നും ഇല്ല. പിന്നെ ഞാനിപ്പോൾ ഓർക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഉള്ള സീരിയൽസ് ടെക്നിക്കൽ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വീഡിയോ അവർ ക്രിയേറ്റ് ചെയ്യുന്ന രീതി ഒത്തിരി റിസ്ക് ഒക്കെ എടുത്തിട്ട്, ഇപ്പോൾ ആക്സിഡൻറ്റ് ഷോട്ടുകളൊക്കെ ആണെങ്കിലും റിയൽ ആയിട്ടുള്ള ഷോട്ടുകൾ അവർ ചെയ്യുന്നു. അപ്പോൾ പണ്ടത്തെ സീരിയൽസിന് ഇപ്പോൾ കുറച്ചും കൂടെ ഒരു അപ്ഡേഷൻ സീരിയൽസിന് വന്നിട്ടുണ്ടല്ലോ. സോ അത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ എത്രമാത്രം ഉണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈസിലി ഇപ്പോൾ ഒരു സീൻ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഷോട്ട് നമുക്ക് കാണാൻ പറ്റും, റിപ്പീറ്റ് ആയിട്ട് കാണാൻ പറ്റുമല്ലോ. പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ടി വിയിൽ വരുമ്പോൾ നമ്മൾ സീരിയൽ കാണുന്നു, അത്രയായിരുന്നല്ലോ. സോ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് സീരിയലിൻ്റെ മേക്കിങ്ങിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടോ?
തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെയും ഈ സിനിമ ഒരുപാട് വിദേശ സിനിമകൾ കാണുന്നത് എല്ലാത്തിൻ്റെയും ഇൻഫ്ലുവൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അത് പഴയ മേക്കിങ്ങിനേക്കാളും എത്രയോ ബെറ്റർ ആയിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു സീരിയലുകളൊക്കെ ഇനിയും ഒരുപാട് മാറും. ഈ കാണുന്ന രീതിയിൽ നിന്നും ഇനിയും മറ്റൊരു രീതിയിലേക്ക് മാറും. ഇപ്പം തന്നെ നമ്മൾ എന്താ പറയുക, കൊറിയൻ സീരീസുകളൊക്കെ കാണുന്നില്ലേ? കുറേ വർഷം മുന്നേത്തുള്ള ഇപ്പോൾ 2010 ഉള്ള സീരീസുകൾ ഇപ്പോഴും എടുത്ത് കണ്ടു നോക്കൂ. ഇപ്പോഴും നമുക്ക് പുതുമുള്ളത് പോലെയാണ് തോന്നുക. ആ ഒരു ലെവലിലേക്ക് മലയാളം സീരിയലുകളും മാറും തന്നെയാണ്. ഇപ്പം പണ്ട് നമ്മൾ പറയാറില്ലേ മലയാള സിനിമ മാറുന്നില്ല. മലയാള സിനിമ മാറിയില്ലേ? ഒരു 5 കൊല്ലത്തെ സിനിമയല്ലല്ലോ ഇപ്പോഴുള്ളത്. അതേപോലെ തന്നെ സീരിയലിനും കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരും. ഇപ്പം ചോദ്യത്തിനനുസരിച്ച് ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് തന്നെ ആയിരിക്കും ആ മാറ്റം ഒരുപാട് വന്നിട്ടുണ്ട്. നോർമലി ചേട്ടനിപ്പോൾ ഒരു കോള് വരികയാണെങ്കിൽ ലൈക്ക് ഒരു സീരിയൽ നിന്നായിക്കോട്ടെ സിനിമയിൽ നിന്നായിക്കോട്ടെ ഒരു കോള് വരുമ്പോഴത്തേക്കും ചേട്ടൻ ആദ്യമായിട്ട് എന്തൊക്കെ ഒരു ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ടീമിനെ നോക്കും, സ്റ്റോറി ലൈൻ നോക്കും. അപ്പോൾ ചേട്ടൻ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഫോക്കസ് ചെയ്യുക ഒരു കഥ? ഞാൻ ആദ്യം പറയുകയാണെങ്കിൽ അവരെന്നോട് സ്റ്റോറി പറയും, എൻ്റെ ക്യാരക്ടറും പറയും. ഇതാണെങ്കിൽ എൻ്റെ ക്യാരക്ടറിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് നോക്കിയിട്ടുള്ളതാണ്. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മുടെ പൈസ സംസാരിക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. ആദ്യം എൻ്റെ ക്യാരക്ടർ തന്നെയാണ് നോക്കുക. പക്ഷേ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന വേഷങ്ങൾ ചെയ്തുകൊണ്ട് പോയിരുന്ന ഒരാളാണ്. അങ്ങനെ സെലക്റ്റീവായിട്ട് ചെയ്യാൻ മാത്രമൊന്നുള്ള ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുമില്ല. കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മുന്നേ ചെയ്തിരുന്നത്. ഇനിയിപ്പോൾ ചെയ്യുമ്പോഴും നല്ല വേഷങ്ങളാണെങ്കിൽ ചെയ്തു പോകണം തന്നെ. നല്ല വേഷങ്ങൾ തന്നെ ആയിരിക്കും എന്നെ തേടി വരുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചേട്ടൻ ഇപ്പോൾ സീരിയൽ പ്രേക്ഷകരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ലൈക്ക് അവർ കുറച്ചും കൂടെ ആൾക്കാർ വീഡിയോയിൽ ഇപ്പോൾ അമ്മമാരൊക്കെ ആണെങ്കിൽ അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന രീതി വേറെയാണല്ലോ. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ പുറത്തു പോകുമ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. സോ ഈ പ്രായമായവർ വരുമ്പം നമ്മുടെ ഒരു മകനെ പോലെയൊക്കെ അങ്ങനെയാണോ? അതായത് ഒരാളെ പോലെ തന്നെ, അവരുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെ. എവിടെയാണ് എന്നൊക്കെ ചോദിക്കും. നമ്മളെ കുറേ ആയിട്ട് ബൈജു എന്താ നോക്കാത്തത്, കുറേ നേരമായില്ലോ ഇവിടെ നിൽക്കുന്നത്. അപ്പം അവരുടെ വീട്ടിലത്തെ ഒരാൾ അവരുടെ സ്വന്തം വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടീനോടോ ഒരാളോട് പെരുമാറുന്ന പോലെ തന്നെയാണ് അവർ സീരിയലിലെ, എന്നോട് മാത്രമല്ല സീരിയലിലെ ആൾക്കാരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളോട് അവർ അങ്ങനെ തന്നെയാണ് കാണിക്കുക. സിനിമാക്കാരോട് കാണിക്കുമ്പോൾ അവർ സിനിമ കാണുന്നതാ ആ ഒരു ദൂരെ നിന്നും കൊണ്ടുള്ള ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റത് അവരാൾക്കാരായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നാണ്. ചിലപ്പോൾ ആയിരിക്കില്ല, ചിലപ്പോൾ അവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇത് സ്വന്തം വീട്ടിലത്തെ ഒരാളെ പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലരുടെ അടുത്തും. ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? പിന്നെ ആൾക്കാരിങ്ങനെ സ്നേഹത്തോടെ വന്ന് മറക്കാൻ പറ്റാത്തതായിട്ട് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു പ്രാവശ്യം കോവളത്ത് പോയപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും കൂടെ ആ ചെറിയ വഴിയില്ലേ കോവളത്തിൽ, എല്ലാവരും കൂടെ വന്നിങ്ങനെ പൊതിഞ്ഞിട്ട് ഒരാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയുടെ ഒരു എന്താ പറയുക, ഒരു റാണി തേനീച്ചയ്ക്ക് ചുറ്റും നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. സ്വയം പകർത്തി പറയല്ല, സത്യമായിട്ടും പിന്നെ ഭയങ്കരമായിട്ട് നമ്മളൊരാൾ തിരിച്ചറിയാന്നൊക്കെ പറഞ്ഞത് നമ്മൾ അത് എൻജോയ് ചെയ്യുന്ന കാര്യം തന്നെയല്ലേ. നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ട് നടക്കുന്നതും മേക്കപ്പ് ചെയ്യുന്നതും എല്ലാം നമ്മളെ നല്ല ആൾക്കാർ നോക്കാനും അപ്പോൾ നമ്മളെ തിരിച്ചറിയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ. ജയറാമേട്ടൻ റീസെന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ എവിടെയെങ്കിലും പോയ ഒരാളെങ്കിലും എന്നോട് വന്ന് സെൽഫി എടുത്തോട്ടെ, ചോദിച്ചില്ലെങ്കിൽ എനിക്കൊരു വിഷമം ഉണ്ടാകും അങ്ങനെ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഒരാൾ പോലും അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, അങ്ങനെ എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ? വിഷമിക്കാനൊന്നുമില്ല, ഞാൻ അങ്ങനെ വിഷമിക്കാൻ വലിയ താരമൊന്നും അല്ലല്ലോ, വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ലല്ലോ ഞാൻ. അപ്പം വരുന്നവർ എന്നെ എടുക്കുന്ന എന്നെ നമുക്ക് സന്തോഷം, അവരുടെ സ്നേഹം സന്തോഷം. ഇനി എടുത്തില്ല എന്ന് വെച്ചിട്ട് സീരിയൽ എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാരെ പോലെ തന്നെയല്ലേ. സിനിമയാകുമ്പോഴാണല്ലോ അവരെ സിനിമാ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നിൽക്കുന്നവരാണ്, നക്ഷത്രങ്ങളാണല്ലോ ഞങ്ങളുടെ. അപ്പൊ അവരുടെ അത്ര ഒന്നും എനിക്ക് തോന്നുന്നു. ഈ മൗനരാഗം സീരിയലില് നായകനും നായികയും മലയാളീസ് അല്ലല്ലോ. സോ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴത്തേക്കും ചേട്ടൻ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടാണ്? രണ്ടുപേരും ഭയങ്കര ഫണ്ണാ. അവരിപ്പോ എന്നെക്കാളും നന്നായിട്ട് മലയാളം പറയും. ചേട്ടൻ എപ്പോഴെങ്കിലും അവരുടെ കൂടെ നിന്ന് തമിഴ് പഠിക്കാനുള്ള ഒരു ശ്രമം നടത്താം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനെ ശ്രമം നടന്നിട്ടില്ല. അവര് കിരൺ എന്നെ കൊണ്ട് പിന്നെയും പറയിപ്പിക്കും, തമിഴ് ഒക്കെ പറയിപ്പിക്കും. നമ്മൾ കോമ്പിനേഷൻ സീൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാറുണ്ടോ? ഇല്ല, കോമ്പിനേഷൻ സീൻ ചില സംഗതികൾ ഞങ്ങൾ കയ്യിൽ നിന്ന് ഇടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമേ അങ്ങോട്ട് പറയും, ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യും, ആദ്യമേ ഒരു ധാരണയിലെത്തും. കമ്മ്യൂണിക്കേഷൻ ഒക്കെ മലയാളത്തിൽ തന്നെയാണ്? കമ്മ്യൂണിക്കേഷൻ ഒക്കെ മലയാളം തന്നെ. രണ്ടുപേരും ശരിക്കും മലയാളം തന്നെയാണ് പറയാറ്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ മാത്രമേ തമിഴ് പറയാറുള്ളൂ.
ശരിക്കും അവർ മലയാളികളായി കഴിഞ്ഞ അവർ മലയാളികളായി കഴിഞ്ഞു ശരിക്കും. ഓക്കെ. അവരായിട്ട് എങ്ങനെ സൗഹൃദം എങ്ങനെ? നല്ല സൗഹൃദമാണ് അവരായിട്ട്. ആ വീഡിയോ എന്നെ കണ്ടിട്ടില്ലേ? ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവിടേക്ക് വന്നപ്പോ എന്നോട് കാണിച്ച സന്തോഷം കാണുമ്പോ നമുക്ക് തന്നെ ഒരു കണ്ണിന് വെള്ളം നിറഞ്ഞിങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതേ. ഒരു 10-45 ആൾക്കാർ വന്നിട്ട് നമ്മുടെ പ്രതീക്ഷിക്കാത്ത സമയത്ത്. ചേട്ടൻ ഗുൽമോഹർ എന്ന് പറഞ്ഞ ഒരു മൂവി കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ രഞ്ജിത്തേട്ടൻ ഉണ്ടായിരുന്നു, സുരഭി ഉണ്ടായിരുന്നു. സോ അവരുടെ കൂടെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ വരുമ്പോഴത്തേക്ക് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആ മൂവിയിലേക്കുള്ള ഒരു എൻട്രി? അതെ, ഞാൻ എൻ്റെ ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ട് ഒരു ചായക്കടയിൽ ഇരുന്ന് ചായ കുടിക്കായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഇവിടെ സൈഡിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഗുരുവായൂരപ്പൻ കോളേജിൽ ഷൂട്ടിംഗ് ഉണ്ട്. നടൻ രഞ്ജിത്താണ് നായകനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം മറ്റേ ചോദിക്കുന്നുണ്ട്, ആരാ എൻ്റെ സ്ക്രിപ്റ്റ് ആരാ? അമ്മ സ്ക്രിപ്റ്റ് ദീദി ദാമോദറാണ്, പിന്നെ ഡയറക്ടർ ജയരാജ് സാറാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദീദി ദാമോദരൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എൻ്റെ ഓഫീസിൽ ചിത്രഭൂമിയുടെ ചീഫ് സബ് പ്രേംചന്ദ് എൻ്റെ വൈഫാണ് ദീദി ദാമോദരൻ, അറിയില്ലേ? അവരുടെ തിരക്കഥാകൃത്താണ്. നമ്മുടെ ടി ദാമോദരൻ്റെ മകളാണ്, ദാമോദരൻ സാറിൻ്റെ മകളാണ്. അപ്പം ഞാനപ്പം തന്നെ പ്രേംചന്ദ്രേട്ടനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എന്താ എനിക്ക് വല്ല വിഷമുണ്ടോ ചോദിച്ചു. അപ്പം പറഞ്ഞു, നീ ഇപ്പം തന്നെ പോയിട്ട് മഹാറാണി പോയിട്ട് ജയരാജ് ഇത്രാം നമ്പർ റൂമിലുണ്ട്, നീ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുന്നു. അങ്ങനെ ഞാൻ നേരെ മഹാറാണി പോയിട്ട് ജയരാജ് സാറെ കണ്ടു. ജയരാജ് സാർ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ശരി നമ്പർ കൊടുക്കുന്നു പറഞ്ഞു. അന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പം ഞാൻ നമ്പർ കൊടുത്തു. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും എന്നെ വിളിക്കുന്നു, നാളെ ഗുരുവായൂരപ്പൻ കോളേജിൽ വെച്ച് ഷൂട്ടിംഗ് ഉണ്ട്, എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ സുരഭിയുടെ അനിയനായിട്ട് ഒരു അത്യാവശ്യം രജിസ്റ്റർ ചെയ്യുന്ന നല്ല ക്യാരക്ടർ തന്നെയായിരുന്നു അത് എൻ്റെ മരണത്തോടു കൂടിയാണ് അതിലെ നായകൻ രഞ്ജിത്തേട്ടൻ ഈ അക്രമത്തിലേക്ക് പോകുന്നതും എല്ലാം എന്നെ റാഗ് ചെയ്ത് കൊല്ലുന്ന ഒരു സംഭവമായിരുന്നു. അത് അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് അതിലേക്ക് വന്നൊരു അതൊരു സ്കൂളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം സുരഭി ചേച്ചിയുടെ കൂടെ അഭിനയിച്ചു, രഞ്ജിത്ത് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. സോ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ഇംപ്രവൈസേഷൻ ഒന്നുമില്ല. എന്നോട് ഒരു ഇത് പറഞ്ഞു, ഇങ്ങനെ അധികം ചിരിക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു ചിരി ചിരിച്ചാൽ മതി, ഒരു ദൈന്യത മുഖത്ത് വേണം. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ ഒരു ദൈന്യത വേണം മുഖത്ത്. എൻ്റെ മുഖത്ത് അല്ലെങ്കിൽ തന്നെ ഒരു ദൈന്യത ഉണ്ട്, അതുകൊണ്ട് വീട്ടിലറിയാം. അപ്പോ സുരഭി ചേച്ചി അന്നത്തെ ഒരു സുരഭി ചേച്ചി അല്ലല്ലോ ഇപ്പം. ചേച്ചി നാഷണൽ അവാർഡൊക്കെ. സോ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ നിൽക്കും? അങ്ങനെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോഴും അന്ന് കണ്ട അതേപോലെ തന്നെയാണ്. അങ്ങനെ ദിവസം വിളിക്കുകയോ അങ്ങനത്തെ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ സുരഭി അന്ന് എങ്ങനെയാണോ ഇന്നും അങ്ങനെ തന്നെയാണ് ഉള്ളത്. റാപ്പിഡ് ഫയർ റൗണ്ട് ആണ് നെക്സ്റ്റ്. അതായത് ഞാൻ ക്വിക്കായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ചേട്ടൻ ക്വിക്കായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ചേട്ടൻ ക്വിക്കായിട്ട് അത് ആൾക്കാർക്ക് ചേട്ടനെ പറ്റി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞോട്ടെ എന്നുള്ള ഒരു രീതിക്കാണ് ഞാൻ ചോദിക്കാമേ. ഫേവറേറ്റ് ഫുഡ്? ബിരിയാണി. ഓക്കെ. ഫേവറേറ്റ് കളർ? ഫേവറേറ്റ് കളർ റെഡ്. ഓക്കെ. ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ട്രസ്? ആക്ടർ നെടുമുടി വേണു, ഭരത് ഗോപിയാണ് എൻ്റെ ഫേവറേറ്റ് ആക്ടർ. ആക്ട്രസ് പെട്ടെന്ന് കിട്ടുന്നില്ല, കുറെ പേരുണ്ട്. ഒരു ക്രഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സിനിമാ നടികളോട് അങ്ങനെ ക്രഷ് ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് പിന്നെ ഭാമേനെ ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോഴോർത്ത് ചേട്ടാ, കൂടെ അഭിനയിക്കുന്ന ആൾക്കാരോട് എപ്പോഴെങ്കിലും ചേട്ടൻ ആ ഒരു ക്യാരക്ടറിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രണയം തോന്നുക, അങ്ങനെ ഒരു അട്രാക്ഷൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നാമത് എനിക്ക് അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഈ ആൽബത്തിലൊക്കെ അഭിനയിച്ചുള്ള പോലെ ഒരു ഭാര്യയായിട്ടോ ഒരു നായികയായിട്ടോ എനിക്ക് അങ്ങനെ കുറച്ച് സമയം നിൽക്കാന്നല്ലാതെ അങ്ങനെ ഒരുപാട് കാലത്തോളം ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരുപാട് കാലത്തോളം അങ്ങനെ നമ്മളെ കൂടെ അഭിനയിക്കുന്ന ഒരാളോട് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്കാണ് തോന്നാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ അൻസിബയുടെ കൂടെ ചേട്ടൻ നായകനായിട്ട് അഭിനയിച്ചിരുന്നല്ലോ. സോ അൻസിബയായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ്? ഇപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ടോ? അൻസിബയായിട്ട് ഇപ്പോഴും നല്ല ബന്ധമാണ്, ഇടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അന്ന് അൻസിബ അങ്ങനെ ദൃശ്യത്തിൽ അങ്ങനെ മൂവീസ് ഒന്നും ചെയ്യാത്ത ഒരു ടൈം ആയിരുന്നല്ലോ. സോ ആ ഒരു ടൈമിലും ഈ ഒരു ടൈമിലും ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. അൻസിബ അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഇപ്പോഴും അൻസിബ. അതേ സംസാരവും അതേ രീതി എല്ലാം അങ്ങനെ തന്നെയാണ്. ഓക്കെ. റാപ്പിഡ് ഫയറിൽ നെക്സ്റ്റ് ഫേവറേറ്റ് മൂവി? ഫേവറേറ്റ് മൂവി അമൃതംഗമയ. ഓക്കെ. ഫേവറേറ്റ് ഡയറക്ടർ? KG ജോർജ്. ഓക്കെ. ചേട്ടൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഒന്ന് ശ്രീ ഗുരുവായൂരപ്പനിലെ രാഘവൻ നമ്പൂതിരി, പിന്നെ ബൈജു എന്ന് പറഞ്ഞ ക്യാരക്ടർ രണ്ടും. ഓക്കെ. ചേട്ടൻ പോകാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം പ്ലേസ് ഏതാണ്? ഡ്രീം പ്ലേസ്
ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇന്ത്യക്ക് പുറത്തും വെളിയിൽ. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് മേഘാലയ, ആസാം, ചിറാപുഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ലൈക്ക് ഞാനിത് ചെയ്തായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ക്യാരക്ടർ ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു മൂവിയിലായിക്കോട്ടെ സീരിയലിലായിക്കോട്ടെ ഈ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ? അങ്ങനൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല, അങ്ങനൊന്നും ഞാൻ ചിന്തിക്കാം. ഇപ്പൊ ചേട്ടനോട് ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ചേട്ടൻ എല്ലാത്തിനെയും ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പോൾ ആക്സിഡന്റ് ആയ സമയത്താണെങ്കിലും ചേട്ടൻ പറയുന്നു ഞാൻ അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അതിനെ എടുത്തിട്ടില്ല, എൻ്റെ മൈൻഡിലേക്ക് ഞാൻ അത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു വിഷമിപ്പിച്ച ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിനെയും ഒരു പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണല്ലോ. അപ്പോൾ ഈ ഒരു പോസിറ്റിവിറ്റി ചേട്ടൻ്റെ ലൈഫിൽ ചേട്ടനെ എന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് പോസിറ്റീവാണ് നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് അത് പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. എനിക്ക് ഞാൻ ഇങ്ങനത്തെ ഈ ചീത്ത കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് എടുക്കാറില്ല, മനസ്സിലേക്ക് അങ്ങോട്ടേക്ക് വല്ലാണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാറില്ല. വിഷമം ഉണ്ടാവും, പല സമയം മനുഷ്യന്മാരില്ലേ വിഷമം ഉണ്ടാവും, അത് കൊണ്ട് നടക്കാറില്ല, അത് ഷോൾഡർ ചെയ്യാറില്ല, അതിനോട് കളയും. ചേട്ടൻ്റെ ലൈഫിൽ അത് എത്ര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അത് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും ഒരു കാര്യത്തിന് ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്നതിനേക്കാൾ എപ്പോഴും നമ്മൾ ഈ പ്രസന്റിൽ ജീവിക്കുമ്പോൾ ഇപ്പം എങ്ങനെയാണോ ഉള്ളത് അതിൽ മാത്രമേ ഇരുന്നാൽ പോരാ. അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യമില്ല പഴയത് ആലോചിച്ചുകൊണ്ട് പണ്ടൊരാൾ എന്നോട് അങ്ങനെ ചെയ്തു എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് ചെയ്ത ആൾക്ക് ഒരു കുഴപ്പമില്ല, നമുക്കല്ലേ വിഷമമുള്ളൂ. അതെ അതെ, ഓക്കെ. ചേട്ടൻ ഞാൻ തമാശ പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കാണുന്ന പോലെ എത്ര നിഷ്കളങ്കനൊന്നല്ല, തമാശയായിട്ട് പറയുന്നത്. വീട്ടിലാണല്ലോ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഒരു പിക്ചർ കാണിക്കുക. സോ വീട്ടില് ചേട്ടൻ ഇങ്ങനെ ഒരു ഇളയ കുട്ടിയാണല്ലോ, മൂത്തത് ചേട്ടനാണല്ലോ. സോ ആ ഒരു ഇളയ കുട്ടിയുടെ ഒരു കുസൃതി ഉണ്ടോ? ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഭയങ്കരമായിട്ട് ഒതുങ്ങിപ്പോയെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇപ്പൊ അങ്ങനെ കുസൃതി കാണിക്കാനുള്ള ചാൻസ് എന്റെ ഇടയ മകനും തരാറില്ല. ഗ്രാൻഡ് പാരന്റ്സിന്റെ പെറ്റ്സ് ആയിരിക്കുമല്ലോ മക്കളൊക്കെ. സോ ചേട്ടൻ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അച്ഛനും അമ്മയും നമ്മളോടൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ മക്കള് വന്നപ്പോ അവരെ ഭയങ്കരമായിട്ട് നമ്മളോടൊക്കെ ഭയങ്കര ടെററായിട്ടാണ് നിന്നത്. എന്റെ മോനോടൊക്കെ എന്റെ അച്ഛൻ കാണിക്കുന്നത് എന്റെ അച്ഛനാണോ ഇതെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളോടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനും, അതും മിക്ക വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ചേട്ടൻ അങ്ങനെയാണോ, ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛനാണോ അതോ? അച്ഛൻ രണ്ടും കൂടെ ആയിരുന്നു, സ്ട്രിക്റ്റും ആയിരുന്നു, ഭയങ്കര എന്താ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ വിടുകയും ചെയ്തിട്ടുണ്ട്. രണ്ടിന്റെയും കൂടെ ഒരു നടുവിലായിരുന്നു എൻ്റെ ഒരു. ചേട്ടന്റെ മക്കളോട് അങ്ങനെ സ്ട്രിക്റ്റ് ആണോ? ഒരിക്കലും അല്ല, സ്ട്രിക്റ്റേ അല്ല. ഞാൻ സ്ട്രിക്റ്റ് അല്ല എന്നുള്ള പരാതിയാണ് എൻ്റെ ഭാര്യയ്ക്കുള്ളത്. ഇപ്പൊ ഭാര്യയുടെ കാര്യം ചേട്ടൻ പറഞ്ഞു, മക്കളുടെ എഡ്യൂക്കേഷൻ കാര്യത്തിലൊക്കെ ഭാര്യയാണ് കൂടുതൽ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ എത്രമാത്രം നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്, ലൈക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വൈഫിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ട് എത്രമാത്രം നമ്മൾ ഹെൽപ്പ് ചെയ്യും? നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുക, നമ്മളില്ലാത്ത കാര്യങ്ങൾ നടന്നു പോകുന്നുള്ളത് വലിയ കാര്യമില്ല. അത് വൈഫിന്റെ സപ്പോർട്ടിലുള്ളതുകൊണ്ട് മാത്രമാണ്. നമ്മളിപ്പോ ഷൂട്ടിങ്ങിനായിട്ട് 5-10 ദിവസം വേറെ സ്ഥലത്തായിരിക്കും, വീട്ടിലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവളുണ്ടെങ്കിൽ തന്നെയല്ലേ നടക്കുള്ളൂ. അപ്പൊ അവളുടെ സപ്പോർട്ട് അതിഭീകരമായിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ ചേട്ടന്റെ പ്രേക്ഷകരോട്, സീരിയൽ പ്രേക്ഷകരോട്, അല്ലെങ്കിൽ ചേട്ടനെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആൾക്കാരോട് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? എന്താ പറയാ, എന്നെ ഇങ്ങനെ നിങ്ങളുടെ ഒരു അൺകണ്ടീഷണലായിട്ട് എന്നെ സ്നേഹിച്ചതിന് എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ ക്യാരക്ടർ കണ്ട് എന്നെ ഇഷ്ടപ്പെട്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും പുതിയ സീരിയലുകളിൽ ഞാൻ വരുന്ന സീരിയലുകളും എല്ലാം കാണണം, എന്നെ സ്നേഹിക്കണം, ഈ സ്നേഹം വീണ്ടും തരണം. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കാർത്തിക് പ്രസാദ് ചേട്ടനാണ്. ചേട്ടാ ഇത്രയും നേരം ചേട്ടൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു. നിങ്ങളെ കൂടെ ഇരുന്നപ്പോഴും എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഗംഭീരാവട്ടെ അല്ല. ഓക്കെ, താങ്ക് യു. This show is presented by Luvi.